വാർത്തകളിലേക്ക്. 2 ദിവസമായി നടന്ന CPI അണക്കര ലോക്കൽ സമ്മേളനം സമാപിച്ചു. രണ്ടാം ദിവസം നടന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറിയായി സനീഷ് ചന്ദ്രൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷം 2 ദിവസങ്ങളിലായാണ് അണക്കരയിൽ ലോക്കൽ സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തലും രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കളും സമ്മേളന പ്രതിനിധികളും പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ ദളിത് ജനവിഭാഗമാണ് അവരുടെ 4ാമത്തെ ശത്രു. നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള 3ാമത്തെ ഗവൺമെന്റ് ഇന്നിപ്പോ രാജ്യത്ത് അധികാരത്തിൽ വന്നു. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു പ്രത്യേകത, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെന്റാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, നമ്മുടെ പാർട്ടിയാണ്. വിവിധ പ്രമേയങ്ങളുടെ അവതരണത്തിന് ശേഷം ലോക്കൽ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടന്നു. സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറിയായി സനീഷ് ചന്ദ്രനെ വീണ്ടും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. നേതാക്കളായ KG ഓമനക്കുട്ടൻ, GGK ഫിലിപ്പ്, കുസുമം സതീഷ്, CK കൃഷ്ണൻകുട്ടി, V ധർമ്മരാജൻ, അമ്മിണി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.